കരയും ചിറയും ചേർന്ന കരാഞ്ചിറയുടെ പാരമ്പര്യ വാസ്തുവിദ്യകളുടെ പ്രതീകങ്ങളായ നാലുകെട്ടുകളുടെ പൗരാണിക സ്മരണകളിലൂടെ ഒരു യാത്ര. കരാഞ്ചിറ സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ ലിറ്റിൽ കാറ്റ്സ് വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രയാണം. പഴമയുടെ തനിമയിലേക്കുള്ള ഒരു പ്രയാണം. ഇരുനിലകളിലായി തല ഉയർത്തി നിൽക്കുന്ന കോടങ്കണ്ടൻ മേഴ്സി ചാക്കോയുടെ ഭവനത്തിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. വീട്ടുകാരിയായ മേഴ്സി ചേച്ചിയും അവരുടെ മകൻ ജോസഫും ഞങ്ങളെ ഹാർദവുമായി സ്വീകരിച്ചു. പഴമയുടെ ഗൃഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന സ്വീകരണ മുറിയാണ് അവിടെ ഞങ്ങളെ വരവേറ്റത്. പഴമയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെ ഇന്നും പുതുമയോടെ പരിപാലിക്കപ്പെടുന്ന അതിമനോഹരമായ ഒരു സ്വീകരണ മുറി. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് പുരാതന ശില്പവിദ്യയുടെ പ്രാഗൽഭ്യമായിരുന്നു. പുരാതന ക്രൈസ്തവ കുടുംബങ്ങളിൽ കുർബാന ചൊല്ലുന്ന പതിവുണ്ട്. അന്ന് ആരാധന നടത്തിയിരുന്ന ആരാധനാ രൂപങ്ങളും രൂപക്കൂടും അതിൻ്റെ വിശുദ്ധി ഒട്ടും തന്നെ ചോരാതെ ഗൃഹനാഥ കാത്തു സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിച്ചെന്നത് ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്ന നടുത്തളത്തിലേക്കാണ്. ഇടവപ്പാതയുടെ മഴ ചാർത്തുന്ന വെള്ളാരങ്കല്ലുകൾ പൊതിഞ്ഞ് ഹരിതാപയുടെ വശ്യസൗന്ദര്യമേറുന്ന നടുമുറി ഞങ്ങളെ മാടി വിളിച്ചു. സൂര്യൻ്റെ ഉഷ്ണതരംഗത്തിൽ നിന്ന് പഴമയുടെ സ്നേഹത്തണലിലേക്കാണ് ഞങ്ങൾ കടന്നു ചെന്നത്. നടുത്തളം എന്നത് വീട്ടിലെ എല്ലാ മുറിയിൽ നിന്നും ഒരുപോലെ എത്തിച്ചേർന്ന് സ്നേഹനിമിഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരിടമാണ്. ഞങ്ങളുടെ അത്ഭുതവും ആകാംക്ഷകളും ഒരു മൂക ദൃക്സാക്ഷിയായി റാന്തൽ വിളക്ക് ഭിത്തിയിൽ നൂങ്ങി നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നടുത്തളത്തിൽ നിന്ന് ഞങ്ങളെ വരവേറ്റത് വിശാലമായ കയ്യാലയോട് ചേർന്ന പത്തായപ്പുരയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായ 4 അറകളോടുകൂടിയ വൻ പത്തായമാണ് ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചത്. പുരാതന നിലവറകളെ ഓർമ്മപ്പെടുത്തുന്ന അതിൻ്റെ പ്രവർത്തന രീതികൾ കാര്യസ്ഥൻ സുബ്രു ചേട്ടൻ ഞങ്ങൾക്ക് കാണിക്കുകയും വിശദീകരിച്ചു തരികയും ചെയ്യുകയുണ്ടായി. ആഹാര സാധനങ്ങൾ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്ന ഒരു ഭരണി 100 വർഷത്തിലേറെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഗൃഹനാഥ ഞങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി. തറയോട് പാകിയ നിലവും ഓടുമേഞ്ഞ മേൽക്കൂരയും വീടിനകത്തെങ്ങും കുളിർമ നിലനിർത്തുന്നത് ഞങ്ങൾക്ക് അനുഭവവേദ്യമായി. പുരാതന ശില്പ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഞങ്ങൾക്ക് മുമ്പിൽ വാതിൽ തുറന്നത്. ദന്തശുചീകരണ ചൂർണം അഥവാ ഉമിക്കരി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉമിക്കരി പാത്രം ഞങ്ങൾക്ക് ഏറെ പുതുമയുള്ളതായിരുന്നു. വിശ്രമവേളകൾ ആനന്ദകരമാക്കുവാൻ വീട്ടിലെ സ്ത്രീജനങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും അവർ നടത്തിയ ചിത്രരചനകളും ഇന്നും ഗൃഹനാഥ പുതുമയോടെ കാത്തു സൂക്ഷിച്ചു വരുന്നു. വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായുള്ള ഓട്ടുപാത്രങ്ങളും നാഴി പോലുള്ള വിവിധ അളവ് പാത്രങ്ങളും കാണാനിടയായി. 3 നാഴി എന്നത് ഇന്നത്തെ 1 കിലോയ്ക്ക് തുല്യമാണ് എന്നുള്ള അറിവും മേഴ്സി ചേച്ചി ഞങ്ങൾക്ക് പകർന്നു തന്നു. ഒരു കാലത്ത് നമ്മൾ അടുക്കളയിൽ നിത്യം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായ അമ്മി, ഉരൽ, ആട്ടുകൽ എന്നിവയുടെ ഉപയോഗങ്ങൾ അടുത്തറിയാനും അവ മനസ്സിലാക്കാനും ഞങ്ങൾക്കവിടെ സാധിച്ചു. മഴക്കാലത്ത് വിഭവങ്ങൾ ഉണക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന പറവും അതിൻ്റെ പ്രവർത്തന രീതിയും ഗൃഹനാഥ പരിചയപ്പെടുത്തുകയുണ്ടായി. പുരാതനമായ മരഘോവണിയും അതിലൂടെയുള്ള ഗമനാഗമനവും ഒരു നവ്യാനുഭൂതിയാണ് പ്രദാനം ചെയ്തത്. ത്രാസിന് പകരം ആദ്യകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വെള്ളിക്കോൽ, അതിൻ്റെ ഉപയോഗരീതി എന്നിവയെല്ലാം മേഴ്സി ചേച്ചിയുടെ മകനായ ജോസഫ് ചേട്ടൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചത് മണിപ്പെട്ടിയായിരുന്നു. പണ്ടുകാലത്ത് വസ്തുക്കളും പൂട്ടി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന തടിയുടെ ഒരു പെട്ടിയാണ് ഇത്. പെട്ടിയാണെങ്കിൽ ഇതിൽ 5 പൂട്ടുകളുണ്ട് എന്നാണ് മേഴ്സി ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. 5 പൂട്ടുകളുള്ള ഇതിൻ്റെ ഓരോ പൂട്ടും വീട്ടുടമസ്ഥ അത് ഞങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് കാണിച്ചപ്പോൾ ഞങ്ങളുടെ ഏവരുടെയും മിഴികൾ അത്ഭുതത്താൽ വിടർന്നു. പറയുടെ ഉപയോഗത്തെപ്പറ്റിയുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ സംശയങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് മേഴ്സി ചേച്ചി ദൂരീകരിച്ചത്. ആവശ്യാനുസരണം ഉയർത്താനും താഴ്ത്താനും സാധിക്കുന്ന വൈദ്യുത ബൾബുകൾ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചവയായിരുന്നു. കോടങ്കണ്ടൻ മേഴ്സി ചേച്ചിയുടെയും ജോസഫ് ചേട്ടൻ്റെയും സ്നേഹവും ആതിഥ്യമര്യാദയും ഞങ്ങൾ ഏവരുടെയും മനസ്സും വയറും നിറച്ചു.
കാലപ്പഴക്കത്തിൻ്റെ ഏടുകളിൽ മൺമറഞ്ഞു പോയേക്കാമായിരുന്ന കേരള വാസ്തുവിദ്യകളും ശില്പവിദ്യകളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ കോടങ്കണ്ടൻ മേഴ്സി ചേച്ചിക്കും കുടുംബത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി. അപ്പോഴും പൗരാണികതയുടെ പ്രൗഢി ഒട്ടും തന്നെ ചോരാതെ ശില്പവിദ്യയുടെ മാസ്മരികത നെഞ്ചിലേറ്റി കോടങ്കണ്ടൻ മാൻഷൻ ഞങ്ങൾക്ക് പുറകിൽ തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു കാരണവരെ പോലെ. ഇനിയും ഒരുപാട് തലമുറകൾക്ക് അറിവും അത്ഭുതവുമായി അറിഞ്ഞതും അറിയാനുള്ളതുമായ ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ച് ഒരു മുത്തശ്ശി കഥ പോലെ ആ നാലുകെട്ട് ഇന്നും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉൾക്കാഴ്ചകളിൽ തെളിഞ്ഞു വരുന്നു.